വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞല്ലോ, വീട്ടുകാർ വേറെ രാഷ്ട്രീയം വേറെ. ഞാനിന്ന് ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവേശിച്ച അന്ന് തന്നെ ഞാൻ പറഞ്ഞു, അദ്ദേഹം എൻ്റെ പിതാവാണ്, എനിക്ക് വളരെ ബഹുമാനമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെക്കുറിച്ച് എനിക്ക് വിശ്വാസമില്ല. കാര്യം ഞാൻ ഈ BJPയിൽ പ്രവേശിച്ച അന്ന് തന്നെ പറഞ്ഞു. അതിൻ്റെ സാഹചര്യവും നിങ്ങൾക്ക് വളരെ വ്യക്തമായി അറിയാം. BBC എന്നൊരു ഡോക്യുമെൻ്ററി, അവർ BBC-യുടെ ഡോക്യുമെൻ്ററി ഇന്ത്യയുടെ അഖണ്ഡതയും ഇന്ത്യയുടെ പരമാധികാരത്തെയും ചോദ്യം ചെയ്തൊരു ഡോക്യുമെൻ്ററി ഇറക്കിയപ്പോൾ, രാജ്യവിരുദ്ധമായ ഒരു ഡോക്യുമെൻ്ററി ഇറക്കിയപ്പോൾ ഞാൻ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു. ഇന്ന് ദേശീയതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കേൾപ്പുള്ള, ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുന്ന ശ്രീ നരേന്ദ്രമോദിജിയുടെ രാഷ്ട്രീയത്തിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുള്ളത് കാരണം ഞാൻ BJPയിൽ പ്രവേശിച്ച് ഞാനിന്ന് പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയാണ്, ദേശീയ വക്താവാണ്. ഞാനിവിടെ ശ്രീ നരേന്ദ്രമോദിജി തന്നെ തിരഞ്ഞെടുത്ത് ഇവിടെ ഞാനൊരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. ഇവിടെ എനിക്കെതിരെ മത്സരിക്കുന്ന ശ്രീ ആൻ്റോ ആൻ്റണി, അദ്ദേഹത്തെക്കുറിച്ച് ഇവിടുത്തെ നാട്ടുകാർക്കെല്ലാം വളരെ വ്യക്തമായി അറിയാം. കഴിഞ്ഞ 15 വർഷമായി അദ്ദേഹം ഇവിടെ MP ആണ്. ഞാൻ ഈ മണ്ഡലത്തിൽ വന്നപ്പോൾ ഞാൻ ഞെട്ടുകയാണ് ചെയ്തത്. കാര്യം ഇവിടെ ഒരു IT പാർക്കില്ല, ഒരു ഇൻഡസ്ട്രിയൽ പാർക്കില്ല, ഒരു സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്റർ ഇല്ല. ഈ മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു കേന്ദ്ര സർക്കാർ PSUവിൻ്റെ ഒരു യൂണിറ്റ് ഇല്ല. ഈ മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ടെക്നിക്കൽ, അതല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതൊന്നുമില്ല, വികസനമൊന്നുമില്ലാത്തൊരു സ്ഥലം, ഈ വികസനമൊന്നുമില്ലാതെ അട്ടർ ഫെയിലിയർ ആയിട്ടുള്ള ഈ MP, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പരാജയങ്ങൾ മറച്ചുവെക്കാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം സമൂഹത്തെ പോളറൈസ് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം ഇന്ത്യൻ സൈന്യത്തെ അവഹേളിച്ച് പാകിസ്ഥാൻ എന്നുള്ള തീവ്രവാദ രാജ്യത്തിൻ്റെ തീവ്രവാദ ശ്രമങ്ങളെ വെള്ളപൂശാൻ ശ്രമിച്ചൊരു വ്യക്തിയാണ്. ഇന്ത്യയെ തന്നെ ചതിക്കാൻ ശ്രമിച്ചൊരു വ്യക്തിയെ ഒരു ഡിഫൻസ് മിനിസ്റ്റർ സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോൾ ഇത് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാന വിഷയം. ഇത് കാരണം തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ഇന്ത്യൻ ജനത ചവിട്ടുകൊട്ടയിലേക്ക് എറിഞ്ഞത്. 2014-ൽ 2019-ൽ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി ഫുൾ മെജോറിറ്റിയോടെ ജയിച്ചപ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി ഇത്രയും ദയനീയമായിട്ട് പരാജയപ്പെട്ടത്? ഇതൊക്കെ തന്നെയാണ് കാരണം. 2014-ലും 2019-ലും പരാജയപ്പെട്ടെന്ന് മാത്രമല്ല, നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇന്ന് പാർലമെൻറ്റിൽ പ്രതിപക്ഷ സ്ഥാനം വേണമെങ്കിൽ മിനിമം 10% സീറ്റ് വേണം, അതായത് 55 സീറ്റ് വേണം. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ഇവർ രാഹുൽ ഗാന്ധി എത്രത്തോളം പ്രൊജക്റ്റ് ചെയ്തിട്ടും പ്രതിപക്ഷ നേതാവിന് പോലും അർഹമല്ലാത്ത രീതിയിൽ ഇന്ത്യൻ ജനത ഇവരെ തോൽപ്പിച്ചത് ഇവരുടെ ഈ രാഷ്ട്രീയം കാരണമാണ്. കാരണം ഇവരുടെ രാഷ്ട്രീയം, കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയം എന്ന രാജ്യവിരുദ്ധമായ രാഷ്ട്രീയമാണ്. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും നിലനിൽക്കേണ്ടത് രാഷ്ട്രത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനുമാണ്. പക്ഷേ കോൺഗ്രസ് പാർട്ടി ഇന്ന് നിലനിൽക്കുന്നത് വെറും ഒരു കുടുംബത്തിന് വേണ്ടിയാണ്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കുന്ന കോൺഗ്രസ് പാർട്ടി ഇന്ന് രാജ്യവിരുദ്ധമായ നയങ്ങൾ പിന്നെയും ചെയ്ത് ഇന്ന് പരാജിതനായ ഒരു രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാനല്ലാതെ അവർക്ക് മറ്റൊരു അജണ്ടയില്ല. പക്ഷേ ഇന്ത്യൻ ജനത ഒരിക്കലും ഇത് അക്സെപ്റ്റ് ചെയ്യില്ല. ഇത് കാരണം തന്നെയാണ് 2024-ലും നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി നല്ല ഭൂരിപക്ഷത്തോടെ 3ാമത്തെ പ്രാവശ്യം വരുമ്പോഴും അച്ഛൻ പറയുന്നത് ഇങ്ങനെയാണ്, അതായത് രൂക്ഷമായ ഭാഷയിൽ വിമർശനം എന്നാണ്. അതായത് മക്കളെ അത്തരം ഭാഷ വശമില്ല എന്നുള്ള ഒരു പ്രതികരണമാണ്. ഞാനത് കേട്ടില്ല. പക്ഷേ ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നു, ഇതിലൊന്നും ഒരു കാര്യവുമില്ല. ഇതൊരു തെരഞ്ഞെടുപ്പാണ്, അല്ലാതെ കുടുംബകാര്യമല്ല. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്താണെന്ന് എനിക്കും നിങ്ങൾക്കും എൻ്റെ വീട്ടിലുള്ളവർക്കും എല്ലാം വളരെ വ്യക്തമായി അറിയാം. മോദിജി 3ാമത്തെ പ്രാവശ്യം പ്രധാനമന്ത്രിയാകും. ഞാൻ 5 ഗ്യാരണ്ടികൾ ഇവിടെ പറയുകയാണ്. മോദിജി 3ാമത്തെ പ്രാവശ്യം പ്രധാനമന്ത്രിയാകും. 370-ലധികം സീറ്റുകളോടെ ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കും. 400-ലധികം സീറ്റുകളോടെ NDA വിജയിക്കും. പത്തനംതിട്ടയിൽ അനിൽ കെ ആന്റണി വിജയിക്കും. ശ്രീ രാഹുൽ ഗാന്ധി എന്ന ഈ വ്യക്തി 3ാം തവണയും പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിന് പോലും അർഹമല്ലാത്ത രീതിയിൽ കോൺഗ്രസ് പാർട്ടിയെ പരാജയപ്പെടുത്തും. 3ാം തവണയും ഞാൻ ഗ്യാരണ്ടി പറയുന്നു, കോൺഗ്രസ് പാർട്ടി എന്തൊക്കെ ചെയ്താലും രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്രാവശ്യവും 10% സീറ്റ് ലഭിക്കില്ല. പ്രതിപക്ഷ നേതാവ് സ്ഥാനം, പ്രധാനമന്ത്രി പദം പോയിട്ട് ഒഫീഷ്യലി ഒരു പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലും കോൺഗ്രസ് പാർട്ടിക്ക് ലഭിക്കില്ല. ഇവർ രാജ്യവിരുദ്ധമായ പാർട്ടി ഈ തെരഞ്ഞെടുപ്പോടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് കാലഹരണപ്പെട്ട് അവർ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലെത്തും. ഇത് എൻ്റെ ഗ്യാരണ്ടിയാണ്. അച്ഛൻ്റെ വാക്കുകളെ ജനങ്ങൾ കേൾക്കില്ല, അല്ലെങ്കിൽ അത് തിരിച്ചറിയാവില്ല എന്ന് പറയുന്നത്. 2014 തൊട്ട് ശ്രീ AK ആന്റണി എനിക്ക് വളരെ 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 എന്നെ ഒരുപാട് പഠിപ്പിച്ചിട്ടുള്ള എൻ്റെ ഏറ്റവും അടുത്ത വ്യക്തിയാണ്, എൻ്റെ പിതാവാണ്. പക്ഷേ 2014 തൊട്ട് ശ്രീ AK ആന്റണി പറയുന്ന എല്ലാ കാര്യങ്ങളും ഇന്ത്യൻ ജനത തിരസ്കരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. 2014 കഴിഞ്ഞ് കോൺഗ്രസ് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ടുണ്ടോ? 2014 പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലും കിട്ടാതെ ആണ് ഇവർ പരാജയപ്പെട്ടത്. 2019-ലും പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിന് പോലും അർഹമല്ലാത്ത രീതിയിലാണ് പരാജയപ്പെട്ടത്. 2016-ലും 2021-ലും സംസ്ഥാന രാഷ്ട്രീയത്തിലും വളരെ ദയനീയമായിട്ടാണ് പരാജയപ്പെട്ടത്. ഈ കോൺഗ്രസ്സുകാരൊക്കെ അവസാനമായിട്ടൊരു തെരഞ്ഞെടുപ്പ് ജയിച്ചെന്നാണ്. ഇവരെല്ലാം ഇന്ത്യൻ ജനത പിന്നെയും
ചവിറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുകയല്ല. എന്നിട്ട് ഇനി ഈ ഇപ്പോൾ പറഞ്ഞതിന് എന്ത് പ്രസക്തി? കഴിഞ്ഞ 10 വർഷമായിട്ട് ഒന്നും പറഞ്ഞ് നടക്കാത്തവർ ഇന്നും എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വയനാട്ടിലെ കാര്യം അദ്ദേഹം വയനാട്ടിൽ രാഹുൽ ഗാന്ധി ജയിക്കുമോ ഇല്ല എന്നുള്ളത് അവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കും. പക്ഷേ ശ്രീ കെ സുരേന്ദ്രൻജി വളരെ മികച്ചൊരു പ്രകടനമാണ് അവിടെ കാഴ്ചവെക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കവിടെ വിജയ പ്രതീക്ഷയുണ്ട്. ഞാനിവിടെ 110% വിജയിക്കും. ഈ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല. 2014 അദ്ദേഹം പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെന്നാണ് ശ്രീ എ കെ ആന്റണി ഇന്ത്യ മുഴുവൻ നടന്ന് പ്രസംഗിച്ചത്. എന്നിട്ട് രാഹുൽ ഗാന്ധി അല്ല ശ്രീ നരേന്ദ്രമോദിജി ഫുൾ മെജോറിറ്റിയോടെ തിരിച്ചു വന്നെന്ന് മാത്രമല്ല, രാഹുൽ ഗാന്ധിയെ ഇന്ത്യൻ ജനത പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിന് പോലും അർഹമാക്കിയില്ല. 2019 അതല്ലേ കണ്ടത്. 2016 2021 കേരളത്തിലെ ആരെയൊക്കെ മുഖ്യമന്ത്രിയാക്കാൻ ഇവരൊക്കെ ശ്രമിച്ചത് നടന്നോ? പിന്നെ ഇവർ ഒരു ഇലക്ഷൻ ഇതുവരെ ജയിക്കാത്തവർ ഇന്നെന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതൊക്കെ അനിൽ ആന്റണി ഇവിടെ വിജയിക്കാൻ പോവുകയാണ്. ഇത് കണ്ട് വിളറി പൂണ്ട കോൺഗ്രസ്സുകാർ ഇങ്ങനെ പലതും ചെയ്യുന്നു. കുറച്ച് ദിവസം മുമ്പ് ചെറുപ്പം മുതൽ എനിക്കറിയാവുന്ന ശ്രീ പി ജെ കുര്യൻ ഇവിടെ വന്നു, എന്തൊക്കെയോ പറഞ്ഞു, ഒരു കാര്യമില്ല. അതുപോലെ ഇപ്പം ശ്രീ ഉമ്മൻചാണ്ടിയുടെ കുടുംബം എല്ലാം ഇവിടെ അനിൽ ആന്റണിയെ പരാജയപ്പെടുത്താൻ എത്തിയിട്ടുണ്ട്. ഒരു കാര്യവുമില്ല. അനിൽ ആന്റണി ഇവിടെ വിജയിക്കും. ഈ തെരഞ്ഞെടുപ്പ് ദേശീയ തെരഞ്ഞെടുപ്പാണ്, ഒരു MPയെ തിരഞ്ഞെടുക്കേണ്ട തെരഞ്ഞെടുപ്പല്ല. ഈ ദേശീയ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കും. നരേന്ദ്രമോദിജി പ്രധാനമന്ത്രിയാകും. അനിൽ ആന്റണി ഇവിടെ വിജയിക്കും. ഈ കോൺഗ്രസ് പാർട്ടിക്കാർ ഇവർ തെരപ്പാട് നടക്കുന്നതല്ലാതെ ഒരു കാര്യവുമില്ല. MP അച്ഛൻ്റെ മുൻപിൽ പോയി നിൽക്കുന്ന തന്നെയാണ്. MP ആയിട്ടല്ല, ഇത് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം എങ്ങനെ മുന്നിൽ പോയി നിന്നാലും അനിൽ ആന്റണി ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടി, ലോകത്തിലെ ഏറ്റവും ജനസമ്മതനായ നേതാവിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എന്നും വീട്ടിൽ പോകും. മറ്റേ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും ഇന്ന് കാലഹരണപ്പെട്ട് വെറും ഒരു കുടുംബത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു റെലവൻസും ഇല്ലാത്തൊരു പ്രസ്ഥാനത്തിന് വേണ്ടി ഇന്നും സമയം പാഴാക്കുന്നവരായിട്ട് നിലനിൽക്കും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.